മംഗളവാർത്ത 4-ാം ഞായർ മത്തായി 1:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മംഗളവാർത്ത 4-ാം ഞായറിൽ കർത്താവീശോയുടെ പിറവിയെ മുൻകൂട്ടി വിളംബരം ചെയ്യുന്ന സുവിശേഷമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഇനിയും 4 ദിവസങ്ങൾ മാത്രമേയുള്ളൂ ക്രിസ്മസ് രാത്രിക്ക്. ഒരാകുലതയോ ആവലാതിയോ ഇല്ലാതെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നത്. എല്ലാം ശുഭം. എന്നാൽ അങ്ങനെ ആയിരുന്നോ മറിയത്തിന് ഗർഭകാലം അത്രയും? ജോസഫിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു? പരസ്പരം അകലാനുള്ള സാഹചര്യമല്ലേ ഇരുവർക്കും ഉരുത്തിരിഞ്ഞത്? വചനം മാംസമാകുവാൻ ദൈവമെടുത്ത തീരുമാനം ഏകപക്ഷീയമായിരുന്നില്ലേ? മറിയത്തെയും യോസഫിനെയും വേർതിരിച്ചല്ലേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖ ദൈവനിശ്ചയം അറിയിച്ചത്? ഇരുവരുടെയും അനുവാദം ചോദിക്കുവാനല്ല മാലാഖ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത്, മറിച്ച് ദൈവനിശ്ചയം അറിയിക്കുവാനായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കത്തക്ക വിധം ദൈവം തന്നെ നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതി നിയമത്തെ മറികടന്നല്ലേ കന്യകയായ മറിയം ഗർഭം ധരിക്കുമെന്ന് മാലാഖ അറിയിച്ചത്? പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേര് പോലും മുൻകൂട്ടി നിശ്ചയിച്ച ദൈവം പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചു. ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും തനതായ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും വകവയ്ക്കാതെയാണ് ദൈവം തന്നെ തൻ്റെ നിശ്ചയത്തെ നടപ്പിലാക്കാൻ പോകുന്നത്. അതുവഴി അവർ ഉപകരണവൽക്കരിക്കപ്പെടുകയല്ലേ എന്ന ചോദ്യവും നമ്മിൽ നിന്നും ഉയരും. പരസ്പരവും മറ്റുള്ളവരുടെ ഇടയിലും തെറ്റിദ്ധാരണ ഉളവാക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ അവർ ഒറ്റപ്പെടുവാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. മറിയം നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ ദൈവഹിതത്തിനുള്ള വിധേയത്വം പ്രകടമാക്കി. എന്നാൽ അതേക്കുറിച്ചൊന്നും ജോസഫ് അറിഞ്ഞതേയില്ല. അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയതായും സുവിശേഷങ്ങളിലില്ല. ജോസഫാകട്ടെ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുകയെന്ന തീരുമാനം വരെ എത്തി. ദൈവദൂതനെന്ന നിലയിൽ മാലാഖ എന്തിനാണ് അതുവരെ കാത്തിരുന്നത്? എന്നിലുയരുന്ന സംശയങ്ങളും ചോദ്യങ്ങളുമാണിവ. ഇന്ന് നമ്മൾ കരുതുന്നത് പോലെ അവർ ഇരുവർക്കും ലഭിച്ച സ്വർഗീയ ദർശനം സദ്വാർത്ത ആയിരുന്നോ? മംഗളവാർത്തയുടെ അത്ര മംഗളകരമല്ലാത്ത ഭാഗം വിശദീകരിക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു ഞാൻ. പിന്നീട് ശുഭകരമായി പരിണമിക്കുന്നതിനെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സദ്വാർത്ത എന്ന് നമ്മൾ വിളിക്കും. എന്നാൽ ജോസഫിനും മറിയത്തിനും പിന്നീടും അത് സദ്വാർത്തയായി തീർന്നില്ല. ശിശുവായി പിറന്ന കുഞ്ഞിൻ്റെ വഴിയിൽ വഴി കാണിച്ചു കൊണ്ടെന്നവണ്ണം മുമ്പേ നീങ്ങുന്നത് കുരിശായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ കുരിശിലേക്കാണ് അവരുടെ ജീവിതവും നീങ്ങിയത്. സംഭവിച്ചവയുടെയെല്ലാം പിന്നിൽ ഒരു സദ്വാർത്ത ഉണ്ടായിരുന്നുവെന്ന് എന്നെങ്കിലും അവർ ഗ്രഹിച്ചോ? ഈ ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. നമ്മിലേക്ക് തിരിഞ്ഞാലും സദ്വാർത്ത എന്നത് വളരെ അപൂർവമായിട്ടല്ലേ സംഭവിക്കുന്നത്? അതും എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മംഗളവാർത്തയുടെ അർത്ഥം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ദൈവനിശ്ചയങ്ങളാണ് മറിയവും യോസഫും ഏറ്റെടുക്കുവാൻ നിർബന്ധിതരായത്. മറിയത്തിന് ലഭിക്കുന്ന സദ്വാർത്ത അവളെ സംശയങ്ങൾക്ക് വിധേയയാക്കുന്നതാണ്. പ്രതിശ്രുത വരൻ്റെ മുമ്പിൽ, അതുപോലെ എല്ലാവരുടെയും മുമ്പിൽ ഗർഭസ്ഥ ശിശു വളരുന്നതനുസരിച്ച് കൂടുതൽ അകൽച്ചയും തെറ്റിദ്ധാരണയും വളർന്നിരിക്കാം. യൗസേപ്പിൽ നിന്ന് തന്നെയും അകന്നിരിക്കുവാൻ അവൾ നിർബന്ധിതയാകുന്നു. അതിനാലായിരിക്കാം അവൾ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുത്തേക്ക് ശുശ്രൂഷയ്ക്കായി പോയതിൻ്റെ ഒരു പ്രധാന കാരണം. അവളുടെ ഉദരത്തിൽ വളരുന്ന ശിശുവിന് ഭാരം വർദ്ധിക്കുന്നത് പോലെ മനസ്സിനും ഭാരം വർദ്ധിക്കുന്നില്ലേ? എല്ലാം എന്നെങ്കിലും തുറന്നു പറയേണ്ടി വരുമെന്നതിൻ്റെ ഭാരവും ഭാവിയുടെ അവ്യക്തതയെക്കുറിച്ചുള്ള ഭാരവും. ഇതാ കർത്താവിൻ്റെ ദാസി എന്നവൾ പറഞ്ഞെങ്കിലും അതുവഴി അവൾ ദൈവനിശ്ചയത്തിൻ്റെ ഭാരവും ഏറ്റുവാങ്ങുവാൻ തലകുനിക്കുകയായിരുന്നു. ഇനി യോസഫിൻ്റെ കാര്യം. തൻ്റെ നിശബ്ദതയിൽ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അയാൾ മറിയവുമായുള്ള വിവാഹത്തിനായി കാത്തിരുന്നത്. മറിയത്തെ അയാൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നിരിക്കാം. അവളിലുണ്ടാകുന്ന ഭാവഭേദങ്ങളിൽ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നിരിക്കാം. എലിസബത്തിൻ്റെ അടുത്തു നിന്നും തിരിച്ചെത്തിയ മറിയത്തിൽ അത് വ്യക്തമായി വെളിവായി. എങ്കിലും അവളുടെ നിഷ്കളങ്കത മുഖപ്രസാദമായി പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ സംശയങ്ങളും ആത്മീയ സംഘടനകളും വഹിക്കാനാവാത്ത ആത്മീയ ഭാരമായി തീർന്നിരിക്കാം. സുഖനിദ്ര നഷ്ടപ്പെട്ട രാത്രി ദുസ്വപ്നങ്ങളുടെ വേദിയായി തീർന്നിരിക്കാം. ദുസ്വപ്നങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തത്. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഇടവേളയിലായിരിക്കും ദൈവദൂതൻ്റെ ദർശനമുണ്ടായത്. സ്വർഗം തുറക്കപ്പെടുന്ന ദർശനം, പുതിയൊരു വഴി തുറക്കുന്നതിൻ്റെ അനുഭവം.
താഴെയുള്ളതൊന്നും ഉത്തരം തരാതിരിക്കുന്നിടത്ത് മുകളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തുറക്കപ്പെടുന്ന ഒരു വാതിൽ. സ്വർഗം പ്രകാശം പരത്തി. അതിൻ്റെ മധ്യത്തിൽ അദ്ദേഹം കർത്താവിൻ്റെ മാലാഖയെ ദർശിച്ചു. തൻ്റെ ആന്തരികതയിൽ സംസാരിച്ച മാലാഖ വചനം മാംസം ധരിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. യോസഫിനെ ഒഴിവാക്കി ആയിരുന്നില്ല ദൈവം തൻ്റെ പദ്ധതി മറിയത്തിലൂടെ നടപ്പാക്കിയത്. മറിയം മാതൃത്വം ഏറ്റെടുത്തതുപോലെ യൗസേപ്പ് കുഞ്ഞിൻ്റെ പിതൃത്വവും നൈയാമികമായി ഏറ്റെടുക്കണം. കുഞ്ഞിനെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് അവന് ദൈവം നിശ്ചയിച്ച പേര് കൊടുക്കണം. അതിനുള്ള അവകാശം അവന് കൊടുത്തുകൊണ്ടാണ് യോസഫിനെ ദൈവപദ്ധതിയെക്കുറിച്ച് മാലാഖ ബോധ്യപ്പെടുത്തിയത്. നീ അവനെ യേശു എന്ന് വിളിക്കണം. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ദൈവിക പദ്ധതി. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്നായിരുന്നു പ്രവചനം. നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഉച്ചരിക്കാതെ തന്നെ യോസഫ് അത് ഏറ്റെടുക്കുകയായിരുന്നു. മറിയം കുഞ്ഞിനെ പ്രസവിക്കുന്നതുവരെ അവളെ ശാരീരികമായി അറിയാത്ത രഹസ്യമായി അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള ഉറപ്പും ശക്തിയും നൽകിയത് കുഞ്ഞിന് മാലാഖ കൊടുക്കുവാൻ നിർദ്ദേശിച്ച പേരാണ് എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. തന്നോടുകൂടെ ദൈവമുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റ് പറ്റുകയില്ല എന്ന് ജോസഫ് ഉറച്ചു വിശ്വസിച്ചു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നത് ഒരു പേര് മാത്രമല്ല, അതൊരു സാന്നിധ്യം തന്നെയാണ്. നമ്മുടെ മധ്യത്തിൽ ദൈവം തേടുന്നതും പങ്കുവയ്ക്കുന്നതുമായ സാന്നിധ്യം. അതുവഴിയാണ് ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നത്. മനുഷ്യാവതാര രഹസ്യത്തിലെ അഗ്രാഹ്യമായ തലങ്ങളിലേക്ക് കടന്നാൽ വചനം ഇറങ്ങി വരുന്നതും മാംസം ധരിക്കുന്നതും അവിഹിതവും അവിശുദ്ധവുമായ സന്ധിക്കലായി ആരും കരുതേണ്ടതില്ല. താൻ തന്നെ സ്ഥാപിച്ച പ്രകൃതി നിയമങ്ങളുടെയും നാഥനാണല്ലോ ദൈവം. ആ നിയമങ്ങളുടെ ആപേക്ഷികതയെ ദൈവം ഇവിടെ വെളിവാക്കുകയാണ്. അങ്ങനെ പുരുഷബന്ധമില്ലാതെ മറിയം ഗർഭിണിയാകുന്നു. ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത് മനുഷ്യകുലത്തിനും സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് എന്ന ചിന്തയിലേക്ക് അങ്ങനെ നമ്മൾ എത്തുകയാണ്. നിത്യത മുതൽ, അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ദൈവം അന്തർയാമിയായിരുന്നുകൊണ്ട് ജീവൻ പങ്കുവയ്ക്കുന്നതും ജീവൻ പങ്കുവയ്ക്കുവാൻ സൃഷ്ടജാലങ്ങളെ സജ്ജമാക്കുന്നതും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. ജീവൻ്റെ കൈമാറ്റം ആത്യന്തികമായി ദൈവത്തിൻ്റേതാണ്. അതിന് സൃഷ്ടിജാലങ്ങൾ കടന്നു പോകുന്നതും കൈമാറുന്നതുമായ ഉപകരണങ്ങൾ മാത്രമാണ്. ദൈവവുമായി തുല്യത അവകാശപ്പെടാതെ മനുഷ്യർ ഉൾക്കൊള്ളേണ്ട ഉൾക്കാഴ്ചയാണിത്. നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറട്ടെ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി നമ്മിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ കാഴ്ചക്കാരോ കേൾവിക്കാരോ മാത്രമല്ല ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലും പ്രതീകത്തിലും. നമ്മുടെ ജീവിതവും ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് അവ്യക്തതയിലൂടെയും അസ്വസ്ഥതയിലൂടെയുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. മറിയത്തിലും യോസഫിലും ഒരു കണ്ണാടിയിലെന്ന പോലെ നമ്മെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇരുവർക്കും ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഒരു സദ്വാർത്തയായി തീർന്നത് ഒരുപാട് താമസിച്ചാണ്. ജീവിതാന്ത്യം വരെ അതൊരു സദ്വാർത്തയായി അവർ അറിഞ്ഞു കാണുകയില്ല. അവർക്ക് നൽകപ്പെട്ടത് അനുഗ്രഹം മാത്രമല്ല, കുരിശുകൂടിയായിരുന്നു. അവർ അവരുടെ പുത്രനോടുകൂടി ജീവിതാവസാനം വരെ വഹിച്ച കുരിശായിരുന്നു അത്. ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പ്രതീക്ഷയും ഒപ്പം സന്തോഷവും വർദ്ധിച്ചു വരണം. നമ്മുടെ കൂട്ടായ്മയിൽ അവിടുത്തെ പിറവി നമ്മൾ ആഘോഷിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ സജ്ജമാക്കണം. പിറവി തിരുനാൾ നമ്മുടെ പുതുപ്പിറവി കൂടിയാകണം. അപ്പോഴാണ് ക്രിസ്മസ് പൂർണ്ണമായും നമ്മുടെ തിരുനാളാകുന്നത്. പുതുപ്പിറവിയുടെ അനുഭവവും വിശുദ്ധിയും തമ്മിൽ ഉളവാക്കുവാൻ നമ്മുടെ ഹൃദയത്തെ സജ്ജമാക്കാം. ഏവർക്കും കാത്തിരിപ്പിൻ്റെ അനുഗ്രഹവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സന്തോഷവും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തേയിൽ, CST.